ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹോട്ട്സ്പോട്ട് എന്ന മൂവിയിലെ 4th സ്റ്റോറിയാണ്. ഇതുവരെയുള്ള 3 സ്റ്റോറി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ ആകട്ടെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് 4ാമത്തെ സ്റ്റോറി പറയുകയാണ്. ആ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ അതിലെ നായകനായ ഏഴിമലയും വൈഫ് ലക്ഷ്മിയും ചേർന്നിട്ട് തങ്ങളുടെ മകൾ രക്ഷിതയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കൂടെ നിന്നിരുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഇതാ റിയാലിറ്റി ഷോയിൽ അഭിനയിക്കുന്ന കുട്ടിയല്ലേ എന്ന്. ഈ സ്റ്റോറിയുടെ പേര് ഫെയിം ഗെയിം എന്നാണ്. ഇനി നമ്മളെ പാസ്റ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഏഴിമലയും ലക്ഷ്മിയും ചേർന്നിട്ട് അവരുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. അവിടെ വെച്ച് മകൾ രക്ഷിതയാകട്ടെ മുറപ്രകാരം അവൾ മാമ എന്ന് വിളിക്കേണ്ട പയ്യനെ അണ്ണ എന്ന് വിളിക്കുന്ന കണ്ടിട്ട് ലക്ഷ്മി ചോദ്യം ചെയ്യുന്നു. എന്നാൽ ഏഴിമല പറയുന്നുണ്ട്, കുട്ടികളല്ലേ, നീയും പണ്ട് എന്നെ അണ്ണ എന്നല്ലേ വിളിച്ചിരുന്നത്, ഇപ്പൊ ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് കുറെ കഴിയുമ്പോൾ അവൾ അതൊക്കെ മാറ്റിക്കോളൂന്നും പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ചേർന്നിട്ട് തങ്ങളുടെ മകനെയും മകളെയും റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ എല്ലാവരും ഓട്ടോയിൽ കയറി അവിടെ നിന്നും പോകുന്നു. ഓഡീഷന് സമയമായിരുന്നു. ഓഡീഷനിലാകട്ടെ രക്ഷിതയ്ക്കും അവളുടെ അനിയനും സെലക്ഷൻ കിട്ടുന്നുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തു എന്ന് ജഡ്ജസ് പറയുന്നു. അത് കാരണം ലക്ഷ്മിയും ഏഴിമലയും വളരെയധികം സന്തോഷത്തിലായിരുന്നു. അങ്ങനെ വീണ്ടും കഥ പ്രസന്റിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്ന് ഏഴിമലയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, പക്ഷെ നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന്, അവൾ മരിച്ചുപോയി എന്ന്. ഇത് കേട്ട് ഏഴിമലയും ലക്ഷ്മിയും ആകെ തകർന്നു പോകുന്നു. കഥ വീണ്ടും പാസ്റ്റിലേക്ക് കാണിക്കുന്നു. ഓഡീഷൻ വഴി സെലക്ട് ആയി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന രക്ഷിതയുടെയും അനിയന്റെയും പെർഫോമൻസുകളാണ് പിന്നീട് കാണിക്കുന്നത്. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ഇതെല്ലാം തന്നെ ടിവിയിൽ അവരെല്ലാവരും കൂടിയിരുന്ന് കാണുന്നതും കാണിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ക്യാഷ് കൂടി കിട്ടാൻ തുടങ്ങിയിരുന്നു. അതോടുകൂടി ലക്ഷ്മി അവരെ കൊണ്ട് പലതും ചെയ്യിക്കാൻ തുടങ്ങി. കിട്ടുന്ന ക്യാഷ് വെച്ചിട്ട് അവർ പുറത്തുപോയി ഫുഡ് കഴിക്കുകയും ഡ്രസ്സുകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ അത്യാവശ്യം ഫേമസ് ആയി. അതുകൊണ്ട് തന്നെ പലരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് വരുമായിരുന്നു. പെർഫോമൻസുകൾ ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ വീട്ടിൽ കിടന്നുറങ്ങാൻ നേരത്തെ രക്ഷിതയെ വല്ലാതെ കൊതുക് കടിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, നമുക്ക് ഈ വീട് മാറാമെന്ന്. അങ്ങനെ അവർ നല്ലൊരു വീട്ടിലേക്ക് അവരുടെ താമസം മാറ്റുന്നു. രക്ഷിതയാകട്ടെ പുതിയൊരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ആ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരെയും കാണിക്കാൻ തുടങ്ങി. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. ഏഴിമലയുടെ അടുത്തേക്ക് പോലീസുകാർ വന്നിട്ട് പറയുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെന്നും നിങ്ങളുടെ മകളുടെ മരണത്തിന് കാരണം എന്താണെന്നും. ആ ഒരു കാരണം എന്താണെന്ന് കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. ന്യൂസിലെല്ലാം തന്നെ രക്ഷിത എന്ന പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. അങ്ങനെ അവളുടെ അടക്കം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഏഴിമല ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നാളെയാണ് ഫൈനൽസ്, നമുക്ക് അവിടേക്ക് പോകണമെന്നും പെട്ടെന്ന് റെഡിയാകാനും. എന്നാൽ ഇത് കേട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മളുടെ മകളെ മരിച്ചുപോയി, ഇനി എന്ത് ഫൈനൽസ് എന്ന്. മകളെ പോലെ തന്നെ നമ്മളുടെ മകനും ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, അവന് നാളെ ഫൈനലുണ്ട്, അതുകൊണ്ട് നമുക്ക് പോയേ പറ്റൂ എന്ന്. അങ്ങനെ ഫൈനൽസിന്റെ ലൈവ് പ്രോഗ്രാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആങ്കർ ആകട്ടെ പ്രോഗ്രാമിലേക്ക് കടന്ന ശേഷം നമ്മളെ വിട്ടുപോയ രക്ഷിതയെ കുറിച്ചെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ചു നേരം മൗനം ആചരിക്കാമെന്നും പറയുന്നു. അതിനുശേഷം മരിച്ചുപോയ കുട്ടിയുടെ വീട്ടുകാർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഏഴിമല സ്റ്റേജിലേക്ക് കയറി വന്നതും മൈക്ക് വാങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് തന്റെ മകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. മകളെ പറ്റിയുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞ ശേഷം അയാൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, തന്റെ മകളെ റേപ്പ് ചെയ്ത് കൊന്നതാണെന്നും അത് തന്റെ വൈഫ് തന്നെയാണ് ചെയ്തതെന്നും. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. എല്ലാവരും ചേർന്നിട്ട് അയാളെ സ്റ്റേജിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ സ്വയം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് ആ സ്റ്റേജിൽ തന്നെ നിന്ന് മൈക്കിലൂടെ എല്ലാവരോടും സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. വീണ്ടും കഥ നമ്മളെ പാസ്റ്റിലേക്ക് കാണിക്കുകയാണ്. ഒരു ദിവസം ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഏഴിമലയെ ലക്ഷ്മി വിളിച്ചിട്ട് പറയുന്നുണ്ട്, മകളുടെ പുതിയ എപ്പിസോഡ് വന്നെന്നും അത് നീ കണ്ടോ എന്നും. കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ അപ്പൊ തന്നെ ആ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഏഴിമല ആ എപ്പിസോഡ് കാണുമ്പോൾ അതൊരു ഫസ്റ്റ് നൈറ്റിന്റെ എപ്പിസോഡായിരുന്നു. കൊച്ചു കുട്ടികളെ കൊണ്ട് അങ്ങനൊരു സീനിലാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത്. അതിലെല്ലാം തന്നെ ഡബിൾ മീനിങ് ഡയലോഗുകളാണ് ഉണ്ടായിരുന്നത്. വളരെ മോശമായിട്ടായിരുന്നു അതിലെ സംഭാഷണങ്ങളെല്ലാം തന്നെ. തന്റെ മകൾ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം സംഭാഷണങ്ങൾ പറയുന്ന കേട്ടിട്ട് അയാൾ ആകെ തകർന്നുപോയി. ഒന്നും അറിയാത്ത കുട്ടിയെ കൊണ്ട് ഇതെല്ലാമാണ് അവർ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലെത്തി ഏഴിമലയാകട്ടെ ലക്ഷ്മിയോട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ കുട്ടികൾ കാര്യമാക്കില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഇതിനു മുൻപ് നമുക്കിടയിൽ തന്നെ മോശമായിട്ടൊരു വാക്ക് വന്നപ്പോൾ അന്നെല്ലാം തന്നെ രക്ഷിത ചോദിച്ചിരുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെയുള്ളൊരു കുട്ടി ഇതുപോലുള്ള മോശം വേർഡുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം എന്താണെന്ന് അവൾ അറിയാൻ ശ്രമിക്കും. ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. പക്ഷെ ലക്ഷ്മി അതൊന്നും തന്നെ കാര്യമായിട്ട് എടുത്തില്ല. അതെല്ലാം സീരിയസ് ആക്കണ്ട എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഏഴിമല വീണ്ടും ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇനി മുതൽ കുട്ടികളുടെ കാര്യത്തിന് നീ വരണ്ട എന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവരെയും കൊണ്ട് പോയിക്കൊള്ളാമെന്നും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലാകട്ടെ ഏഴിമലയെ മൈൻഡ് പോലും ചെയ്യാതെ ലക്ഷ്മി തന്റെ കുട്ടികളെയും കൊണ്ട് പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. പിന്നീടുള്ള എപ്പിസോഡുകളൊക്കെ ഏഴിമല കാണുമ്പം അതിലും വളരെ മോശമായിട്ടുള്ള ഡയലോഗുകളും ഡബിൾ മീനിങ് ഡയലോഗുകളുമായിരുന്നു.
ഒരു ദിവസം രക്ഷിതയാകട്ടെ അണ്ണാന്ന് വിളിച്ചിരുന്ന ആ പയ്യനോട് ഫസ്റ്റ് നൈറ്റിനെ പറ്റി ചോദിക്കുന്നതെല്ലാം തന്നെ ഏഴിമല കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കായിരിക്കുമല്ലോ ഫസ്റ്റ് നൈറ്റ് നടക്കുന്നതെന്നെല്ലാം തന്നെ രക്ഷിത പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ഏഴിമല രക്ഷിതയെ വഴക്കു പറയുന്നുണ്ട്. ഇതുപോലുള്ള സംസാരം ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആ പ്രോഗ്രാമിന്റെ ഡയറക്ടറിനോട് അവിടുത്തെ ക്യാമറാമാൻ വന്നിട്ട് പറയുന്നുണ്ട്, കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് മോശമല്ലേന്ന്, ഇത് കുറച്ച് ഓവർ ആവുന്നില്ലേ എന്ന്, നീ നിന്റെ ജോലി മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അവനെ ശാസിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അവിടെ ആ 30 വയസ്സുള്ള ആങ്കർ ലേഡി ആകട്ടെ 10 വയസ്സുള്ള പയ്യന്റെ അടുത്ത് തന്നെ കിസ് ചെയ്യെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാണം കാരണം മാറി നിന്ന അവനെ കൊണ്ട് ആ ലേഡി നിർബന്ധിച്ച് കിസ് ചെയ്യിപ്പിക്കുകയാണ്. രക്ഷിതയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ലക്ഷ്മി കുറെ പുതിയ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രക്ഷിത ഇതിട്ടിട്ട് ഏഴിമലയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാനിതിട്ടിട്ട് സെക്സി ആയിട്ടിരിക്കുന്നുവെന്ന്. അവളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ട് ഏഴിമല ആകെ ഞെട്ടിപ്പോകുന്നു. എന്നാൽ ലക്ഷ്മി പെട്ടെന്ന് തന്നെ അവളെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത റൗണ്ടിലാകട്ടെ രക്ഷിത എലിമിനേറ്റ് ആകുന്നുണ്ട്. ലക്ഷ്മി അത് കാരണം ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. രക്ഷിത അവളോട് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പോലും അവൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ രക്ഷിതയോട് ലക്ഷ്മി മിണ്ടിയില്ല. എന്താ എന്നോട് മിണ്ടാത്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നിന്നെ എത്ര തവണ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച, എന്നിട്ട് അവിടെ പോയി എന്തൊക്കെയോ കാണിച്ച് എലിമിനേറ്റ് ആയില്ലേ എന്ന് പറയുന്നു. ഞാനിനി നല്ലപോലെ ചെയ്തോളാം എന്ന് രക്ഷിത പറയുന്നുണ്ട്. മര്യാദയ്ക്ക് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് വൈൽഡ് കാർഡ് എൻട്രി വഴി ഷോയിൽ തിരിച്ചു കയറണമെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി. വീണ്ടും അവർ പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. രക്ഷിതയുടെ കൂടെ ഒരു 10-15 വയസ്സുള്ള പയ്യനായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് കോസ്റ്റ്യൂംസ് എടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് രക്ഷിതയെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നീ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഫസ്റ്റ് നൈറ്റ് എന്താണെന്ന് ചോദിക്കാറില്ലേ, ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറയുന്നു. രക്ഷിതയെ പയ്യനാകട്ടെ റൂമിൽ വെച്ച് റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ വീഡിയോയും എടുക്കുന്നുണ്ട്. ഏഴിമല കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ റിയാലിറ്റി ഷോ എന്നുള്ള പേരിൽ ചൈൽഡ് അബ്യൂസ് ആണ് നടക്കുന്നതെന്ന്. ഇതെല്ലാം കിട്ടിയ ഡയറക്ടർ ലൈവ് കട്ട് ചെയ്യാൻ പറയുന്നു. എന്നാൽ ആ ക്യാമറാമാൻ ആ ലൈവ് കട്ട് ചെയ്യുന്നില്ല. ഗുഡ് ടച്ചും ബാഡ് ടച്ചും എല്ലാം തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ക്യാമറയുടെ മുൻപിൽ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ അത് തെറ്റല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതെല്ലാം അപ്പോൾ എങ്ങനെ ശരിയായിട്ട് മാറുന്നു എന്നും ചോദിക്കുന്നു. 40 വയസ്സുള്ള ഒരു ലേഡി 7 വയസ്സുള്ള ഒരു കുട്ടിയോട്, നീയാണ് എന്റെ കാമുകൻ, നീ എന്നെ കല്യാണം കഴിച്ചോ, എന്നെ കിസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഫോഴ്സ് ചെയ്യുന്നു. ഇതൊന്നും ചൈൽഡ് അബ്യൂസ് അല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. റിയാലിറ്റി ഷോയുടെ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ ആങ്കേഴ്സ് എല്ലാം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഒരു ബോധവും ഇല്ലാതെ നിങ്ങളെല്ലാവരും കൈകൊട്ടി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊച്ചു കുട്ടികളെ വെച്ച് ചെയ്യേണ്ട കോൺസെപ്റ്റുകൾ ഒന്നും തന്നെ ഇവർ റിയാലിറ്റി ഷോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വൈഫിനോട് നേരത്തെ തന്നെ പറഞ്ഞതാ ഇതൊന്നും വേണ്ട എന്ന്. അവസാനം എനിക്ക് എന്റെ മകളെ നഷ്ടമായി. ഇതിനെല്ലാം കാരണം ഇവരാണെന്നും പറയുന്നുണ്ട് അവൻ. അവസാനമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അവൻ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കുട്ടികളായിട്ട് തന്നെ ഇരിക്കാൻ അനുവദിക്കുമെന്ന്. കരഞ്ഞുകൊണ്ട് നിലത്ത് വീണ അവന്റെ അടുത്തേക്ക് ലക്ഷ്മി ഓടിയെത്തുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണു നിറയുന്നു. ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഡയറക്ടർ 4 സ്റ്റോറിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ 4 സ്റ്റോറിയും തനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആ പ്രൊഡ്യൂസർ പറയുന്നു. എന്നിട്ട് അയാൾക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസും കൊടുക്കുന്നുണ്ട്. അഡ്വാൻസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ ആ ഡയറക്ടർ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നതിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ടെന്ന്. എന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞാൻ നിങ്ങളുടെ മകളുമായിട്ട് പ്രണയത്തിലാണ്. ഞങ്ങളുടെ വിവാഹം നിങ്ങൾ നടത്തി തരണം. എന്നാൽ ഇത് കേട്ടതും ആ ഡയറക്ടർ അതിനെ എതിർക്കാൻ തുടങ്ങി. ഇത്രയും കഥ കേട്ടിട്ട് നിങ്ങൾക്ക് അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ നോ പറയുന്നതെന്ന് അയാളോട് ചോദിക്കുന്നു. എന്നാൽ തനിക്ക് സമ്മതമല്ല എന്ന് തന്നെയാണ് ആ പ്രൊഡ്യൂസർ പറയുന്നത്. അത് കേട്ടത് ഡയറക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ നിങ്ങളുടെ കാമുകയാണെന്ന് എനിക്കറിയാമെന്ന്. ഞാനതൊക്കെ പുറത്ത് വിടണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഭീഷണിയുടെ സ്വരം കേട്ടതോടുകൂടി ആ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കാമെന്ന്. അതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.